വേദ, എന്താ എന്തേട്ടാ? അവൻ്റെ വിളി കേട്ടതും പെട്ടെന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഈ കോളേജ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കോളേജാണ്. അതുകൊണ്ടാണ് തന്നെ ഞാൻ ഇവിടെ തന്നെ ചേർത്തിയത്. എന്നാൽ ഇവിടെ തൻ്റെ സീനിയറായി ഭദ്ര കൂടി ഉണ്ടാകുമെന്ന് താൻ എപ്പോഴും ഓർക്കണം മോളെ. ഈ ഒരു വർഷം കൂടി അവളിവിടെ ഉണ്ടാവൂ. എന്നാലും തൻ്റെ കാര്യത്തിൽ എനിക്കൊരല്പം ടെൻഷനുണ്ട്. അതുകൊണ്ട് താൻ അവളോട് അധികം സംസാരിക്കാനോ പറയാനോ ഒന്നും നിൽക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ആ നിമിഷം ഇവിടെ ഓടിയെത്തിക്കോളാം. കേട്ടല്ലോ അല്ലേ? അവനെ നോക്കി വേദ വീണ്ടും ഒന്ന് തലകുലുക്കി കാട്ടിയതും അനന്തു അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും പുസ്തകങ്ങളുടെയും ക്ലാസ് മുറികളുടെയും എല്ലാം ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ടെൻഷനോടെയും സന്തോഷത്തോടെയും വേദിക പതിയെ കോളേജിനകത്തേക്ക് നടന്നു ചെന്നു. ഒരു പക്ഷേ തൻ്റെ ജീവൻ്റെ പാതിയായ അനന്തേട്ടൻ തൻ്റെ ഈ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഭാഗ്യങ്ങളൊന്നും തന്നെ തേടി ഒരിക്കലും എത്തില്ലായിരുന്നു എന്ന് അവൾ മനസ്സിൽ കുറിച്ചിടുമ്പോൾ ആ മുഖത്തെ അവളൊരു നിമിഷം കൂടി സ്നേഹത്തോടെയും ആരാധനയോടെയും ഓർത്തു പോവുകയായിരുന്നു. ഒരു കൊച്ചു കുട്ടിയെപ്പോലെയാണ് അനന്തേട്ടൻ തന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് കൂടി അവൾ അറിയാതെ ഓർത്തെടുത്തപ്പോൾ അവളുടെ ചുണ്ടുകളിൽ തനിയൊരു പുഞ്ചിരി തെളിഞ്ഞു വരികയായിരുന്നു. അന്നേരം ചിന്തകൾ പെട്ടെന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോൾ കോളേജിനകത്തേക്ക് നടന്നെത്തിയതുപോലും അവൾ അന്നേരം അറിഞ്ഞിരുന്നില്ല. നവാഗതരെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന സീനിയേഴ്സിൻ്റെ കൂട്ടത്തിനിടയിൽ പെട്ടെന്ന് ഭദ്രയെ കണ്ടതോടെയാണ് മനസ്സിൽ ഒരു കൂട്ടിവെച്ച ധൈര്യമെല്ലാം പതിയെ ചോർന്നൊലിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. എങ്കിലും പുറമേ അതൊന്നും കാണിക്കാതെ അവരെ മറികടന്നുകൊണ്ട് വേദിയെ മുന്നോട്ടു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവളെ വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ദേഷ്യവും പകയുമൊക്കെ ഭദ്രയുടെ സിരകളെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങിയത്. തന്നെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവൾ മുന്നിലൂടെ പോകുന്നത് കണ്ടയുടൻ ഭദ്ര അവളെ പെട്ടെന്ന് തന്നെ വിരൽ ഞൊട്ടിക്കൊണ്ട് തിരികെ വിളിക്കുകയായിരുന്നു. എന്നാൽ മനസ്സിനകത്തെ പേടിയിൽ ഭദ്രയെ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അന്നേരം വേദയ്ക്കുണ്ടായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞതുപോലെയായിരുന്നു ഭദ്ര പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നത്. മുഖം കുനിച്ചുകൊണ്ട് പതർച്ചയോടെ നിൽക്കുന്നവളെ ഭദ്ര ഒരു പുച്ഛഭാവത്തിലാണ് ഒന്നൊഴിഞ്ഞു നോക്കിയത്. എന്തിനാടി നീ ഇവിടേക്ക് കുറ്റിയും പറിച്ച് വന്നിരിക്കുന്നത്? ഞാനുമായി വിവാഹം ഉറപ്പിച്ച എൻ്റെ അനന്തവേട്ടനെ തട്ടിയെടുത്ത പഠിപ്പൊന്നും പോരാഞ്ഞിട്ടാണോടി നീ ഇവിടേക്ക് ബാഗും തൂക്കി വന്നിരിക്കുന്നത്? ചേച്ചി, ഞാൻ... ചേച്ചിയോ? ആരടി നിന്റെ ചേച്ചി? എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞവളാ നീ. നിന്നെ ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇവിടെ ഞാൻ നിന്റെ സീനിയറാ. ആ മര്യാദയും ബഹുമാനമൊക്കെ എപ്പോഴും നീ എന്നോട് കാട്ടിയേക്കണം. ഇല്ലെങ്കിൽ ഈ ഭദ്ര ആരാന്ന് നീ ശരിക്കും അറിയും. പിന്നെ ഈ റാഗിങ് സമ്പ്രദായമൊക്കെ ഇവിടെ അവസാനിപ്പിച്ചെങ്കിലും നിന്നെപ്പോലുള്ളവരെയൊക്കെ ഒന്ന് കാര്യമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ നിന്റെ സീനിയറാണെന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? അതുകൊണ്ട് തൽക്കാലം ഇവിടുത്തെ ആതിഥ്യ മര്യാദ നിന്നെ കൂടി ഒന്ന് പഠിപ്പിക്കാൻ പോവുക ഞാൻ. വേദയെ നോക്കി ക്രൂരമായെന്ന് പുഞ്ചിരിച്ച ശേഷം ഭദ്ര അവൾക്ക് ചുറ്റും ഒരു കഴുകനെ പോലെ വട്ടമിട്ട് നടക്കാൻ തുടങ്ങി. അവൾ അണിഞ്ഞ ഭംഗിയുള്ള ഡ്രസ്സിലേക്കും ചെരുപ്പിലേക്കും എല്ലാം കണ്ണോടിക്കുമ്പോൾ താൻ ജീവന തുല്യം സ്നേഹിച്ച അനന്തവേട്ടൻ്റെ സ്നേഹം അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്ന വെറുപ്പോടെ അവൾ തൻ്റെ ദേഷ്യത്തെ സ്വയം നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും അവളുടെ മുന്നിലേക്ക് കലിയോടെ വന്നു നിന്നു. ഈ കോളേജിലേക്ക് ആദ്യമായി കടന്നു വരുന്നവരെയൊന്നും നല്ല രീതിയിൽ സ്വീകരിക്കാതിരുന്നിട്ടില്ല ഞങ്ങൾ. നിന്റെ കാര്യത്തിലും അതിന് യാതൊരു കുറവും ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നീ തൽക്കാലം നിന്റെ കാലിലെ ചെരുപ്പൊന്ന് അഴിച്ചു മാറ്റിയേക്കേ. ഭദ്രയുടെ സംസാരം കേട്ടതും വേദ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ ഒന്ന് നോക്കി. നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ? ഞാൻ പറഞ്ഞത് നിനക്കെന്താ മനസ്സിലായില്ലേ? എന്നെ കണ്ണുരുട്ടി നോക്കാതെ നീ വേഗം ആ ചെരുപ്പ് അഴിക്കുന്നുണ്ടോ വേദ? അവളുടെ സ്വരത്തിലും ഭാവത്തിലും ഒന്നുകൂടി ഗൗരവം നിറഞ്ഞെന്ന് തോന്നിയതും കൂടുതൽ പ്രശ്നമുണ്ടാകരുതെന്ന് കരുതി വേദ പെട്ടെന്ന് അവളുടെ കാലിലെ ചെരുപ്പഴിച്ച് ഭദ്രയെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാനൊക്കെ അറിയാം അല്ലേടി? എങ്കിൽ പിന്നെ ഇനി സമയം കളയാതെ വേഗം അതെടുത്ത് നിന്റെ തലയിലോട്ട് വെക്ക്. ഞാനൊന്ന് കാണട്ടെ നിന്റെ തലയ്ക്ക് മുകളിൽ ഈ കിരീടം ചേരുമോ ഇല്ലയോ എന്ന്.
പെട്ടെന്ന് ഭദ്ര പറഞ്ഞത് വിശ്വസിക്കാനാതെ അവളുടെ അട്ടഹാസത്തിൽ പേടി കൊണ്ട പോലെയാണ് വേദ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിയത്. അന്നേരം കലിതുള്ളി നിൽക്കുന്ന ഭദ്രയുടെ ആ മുഖഭാവം കണ്ടപ്പോൾ വേദയുടെ കണ്ണുകളും സങ്കടം കൊണ്ടാകെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ദയയുടെ ഒരംശം പോലും തൊട്ടു തൊടിയിക്കാത്ത ഭദ്രയുടെ മുഖത്തേക്ക് അവൾ നിറ കണ്ണുകളോടെ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ തലയിൽ ചെരുപ്പ് വയ്ക്കുന്നത് കാണാനുള്ള തിടുക്കവും ആവേശവുമെല്ലാം ആ മുഖത്ത് അന്നേരം തെളിഞ്ഞു കാണുകയായിരുന്നു വേദ. അതോടൊപ്പം താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭദ്രയുടെ ഫ്രണ്ട്സും അവൾക്ക് ചുറ്റും കൂടി നിന്നപ്പോൾ തനിക്കിത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ലെന്ന തോന്നലോടെ വേദയുടെ മുഖം അറിയാതെ കുനിഞ്ഞു പോവുകയായിരുന്നു. ഭദ്രയുടെ നിർബന്ധവും പരിഹാസവുമെല്ലാം അന്നേരം കൂടി വന്നപ്പോൾ മറ്റൊരു വഴിയും തൻ്റെ മുന്നിൽ തെളിയുന്നില്ലെന്ന മട്ടിൽ വേദ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചുകൊണ്ട് കണ്ണീരോടെ തൻ്റെ ചെരുപ്പെടുത്ത് അവൾ തലയ്ക്ക് മുകളിലേക്ക് കയറ്റിവെച്ചു. ആ കാഴ്ച കണ്ട സന്തോഷത്തിൽ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭദ്രയും കൂട്ടുകാരികളുമെല്ലാം അവൾക്ക് ചുറ്റും വട്ടം കറങ്ങിയും നൃത്തം ചെയ്തുമെല്ലാം കോപ്രായങ്ങൾ കാട്ടി രസിച്ച് മറിയുന്നതിനിടയിലാണ് കോളേജിലെ ബെൽ ശബ്ദം അവിടെയെല്ലാം ഉച്ചത്തിൽ മുഴങ്ങി കേട്ടത്. അതോടെ എല്ലാവരും അവിടെ നിന്നും പതിയെ പിരിഞ്ഞകലാൻ തുടങ്ങിയതോടെ ഭദ്രയും അവളെ ഒരു പുച്ഛത്തോടെ നോക്കിയ ശേഷം തിരിച്ചു പോകാനായി ഒരുങ്ങി. ഈ ഭദ്ര തുടങ്ങിയിട്ടേയുള്ളൂ വേദ. ഇതെൻ്റെ ലാസ്റ്റ് ഇയർ ആണെങ്കിലും നിനക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ നൽകിയിട്ടേ ഈ ഭദ്ര ഇവിടുന്ന് മടങ്ങിപ്പോകുള്ളൂ. എപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്റെ അനന്തവേട്ടൻ ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാത്തിടത്തോളം നീ എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നതാ നല്ലത്. വേദയുടെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ അവൾ അത് പറയുമ്പോൾ ഭദ്രയുടെ കണ്ണുകളിൽ പകയുടെ കനൽ കത്തിജ്വലിക്കുന്നത് അവൾ വേദനയോടെ തിരിച്ചറിയുകയായിരുന്നു. രാത്രിയിലെ അത്താഴത്തിനായി വേദ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അനന്തു കുളിയും ഒരുക്കവുമെല്ലാം കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു നിന്നത്. വന്നു കയറിയ പാടെ അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തന്നിലേക്കൊന്ന് ഇറുക്കി പിടിക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ്റെ സ്നേഹത്തിൽ ആശ്വാസം ലഭിച്ചതുപോലെ അവനെ അവൾ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അനന്തു അവളോടൊരു കാര്യം തിരക്കിയത്. ഇന്ന് കോളേജിലെ ആദ്യ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? താൻ അടിച്ചു പൊളിച്ചോ വേദ? ആ ചോദ്യം എന്തോ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു മുള്ളു വന്ന് തറച്ചതുപോലെയായിരുന്നു അവൾക്ക് തോന്നിയത്. അവൾ വേഗം അവനിൽ നിന്നും അടർന്നു മാറി ഒന്നും പറയാതെ വീണ്ടും ചപ്പാത്തി ചൂടാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അനന്തു അവളുടെ മുഖത്തേക്കൊന്ന് താഴ്ന്നു നോക്കി. എന്താ എൻ്റെ പെണ്ണിൻ്റെ മുഖത്തൊരു തെളിച്ചം കാണാത്തത്? ഞാൻ ചോദിച്ചിട്ടും താൻ എന്താടോ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഹേയ്, ഒന്നുമില്ല അനന്തേട്ടാ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നല്ലേ അനന്തേട്ടൻ ചോദിച്ചത്? നല്ല രസമുണ്ടായിരുന്നു. പുതിയ കൂട്ടുകാരികൾ, ടീച്ചേഴ്സ്, ചുറ്റുപാട് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. പുതുതായി ചേർന്ന ഞങ്ങളോടൊക്കെ എല്ലാവരും എത്ര സ്നേഹത്തോടെയാണെന്നോ പെരുമാറിയത്. ശരിക്കും ഒന്നും മറക്കാനാവില്ല അനന്തേട്ടാ. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ അത് പറയവേ അവളുടെ കണ്ണുകൾ അറിയാതെ മിഴിനീര് കൊണ്ട് മൂടാൻ ശ്രമിച്ചെങ്കിലും വേദ അവനെ കാണിക്കാതെ പെട്ടെന്ന് മുഖം തിരിച്ച് വേഗം അത് തുടച്ചു കളയുകയായിരുന്നു. പിന്നെ വീണ്ടും അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് കരുതിയവൾ അനന്തുവിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പിന്നീട് അവനോട് തിരക്കാൻ തുടങ്ങിയത്. പുതിയ ജോലിയും ജോലി സ്ഥലത്തെ കാര്യങ്ങളുമെല്ലാം അനന്തവും വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സമയം അങ്ങനെ അവർക്കിടയിലൂടെ കടന്നു പോവുകയായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കുടിക്കാൻ കയ്യിൽ കരുതിയ വെള്ളവുമായി വേദമുറിയിലേക്ക് ചെന്നപ്പോഴേക്കും അനന്തുവിനെ അവൾ ആ മുറിയിൽ എവിടെയും കണ്ടിരുന്നില്ല. വെള്ളം നിറച്ച ജഗ് ടേബിളിന് മുകളിൽ വെച്ചുകൊണ്ട് അവൾ അനന്തുവിനെ തിരിഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയപ്പോഴാണ് തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെയും നോക്കി ഇരു കൈകളും പിണഞ്ഞു കെട്ടി നിൽക്കുന്ന അനന്തുവിനെ അവൾ കാണുന്നത്. കണ്ടപാടെ അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പിറകിലൂടെ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ അവൻ്റെ പുറത്ത് മുഖം അമർത്തി വെച്ചവൾ നിൽക്കാൻ തുടങ്ങി. അത് തിരിച്ചറിഞ്ഞതും തൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈയടർത്തി മാറ്റിക്കൊണ്ട് അവൻ അവളെ തൻ്റെ മുന്നിലേക്ക് വലിച്ചു നിർത്തിയവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ മാറിയോ വേദ? സങ്കടങ്ങളോ? അവൻ്റെ ചോദ്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ അന്നേരം അനന്തുവിൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ ഒന്ന് നോക്കി. ഞാൻ ചോദിച്ചത് എന്താന്ന് തനിക്ക് മനസ്സിലായില്ലേ വേദ? ഇന്ന് കോളേജിൽ നടന്നതൊക്കെ ഞാനും അറിഞ്ഞിരുന്നു. കോളേജ് ക്യാൻറ്റീനിലെ ജോസഫ് ഏട്ടൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഇച്ഛായനാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് തന്നെ പറയാം. അങ്ങേർക്ക് നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. നിന്നെ കോളേജിൽ ഇറക്കി വിട്ട ശേഷം ഇച്ഛായനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. നീ എൻ്റെ ഭാര്യയാണെന്ന് അപ്പോഴാണ് ഇച്ഛായന് മനസ്സിലാക്കിയത്.
ഇന്ന് ഭദ്ര അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇച്ചായന എന്നെ വിളിച്ചു പറഞ്ഞത്. ആ നിമിഷം തന്നെ തൻ്റെ അടുത്തേക്ക് ഓടി വരണമെന്ന് കരുതിയിരുന്നതാ ഞാൻ. എന്നാൽ ജോലിയിൽ കയറിയ ആദ്യ ദിവസം തന്നെ അവിടെ ഒരു സീനുണ്ടാക്കി ഇറങ്ങിപ്പോരുതെന്ന് കരുതി എൻ്റെ മനസ്സെ ഞാൻ തന്നെ നിയന്ത്രിച്ചു നിർത്താൻ പാടുപെടുകയായിരുന്നു അന്നേരം. ഈ ജോലി ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാനെല്ലാം കടിച്ചമർത്തി നിന്നത് വേദ. വീട്ടിൽ വന്നാലെങ്കിലും താൻ എന്നോടെല്ലാം പറയുമെന്ന് ഞാൻ കരുതി. എന്നാൽ അപ്പോഴും താൻ എന്നോടെല്ലാം മറച്ചു വയ്ക്കുകയോ ചെയ്തത്. നമുക്കിടയിൽ യാതൊരു മറവുമില്ലെന്ന ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. എന്നാൽ താൻ എന്നെ... അവളെ നോക്കി അവനത് പറയെ പെട്ടെന്ന് അനന്തുവിൻ്റെ ശബ്ദമൊന്ന് അറിയാതെ ഇടറി. അയ്യോ അനന്തേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഭദ്രേച്ചി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അനന്തേട്ടൻ അറിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ഒന്നും ഇതുവരെ പറയാതിരുന്നത്. എല്ലാം അറിഞ്ഞാൽ എൻ്റെ അനന്തേട്ടൻ്റെ മനസ്സ് വേദനിക്കും എന്ന് എനിക്കും അറിയാം. ഇപ്പോൾ ഞാൻ പഠിക്കണമെന്നത് എൻ്റെ അനന്തേട്ടനും ഏറെ ആഗ്രഹിച്ച കാര്യമല്ലേ. ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാൻ ആരുടെ മുന്നിലും അല്പം താഴ്ന്നു കൊടുക്കുന്നതിൽ എനിക്കൊരു സങ്കടവുമില്ല അനന്തേട്ടാ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ അത് പറയുമ്പോൾ ഒരു നിമിഷം അനന്തുവിൻ്റെ ചങ്കൊന്ന് പിടഞ്ഞു പോവുകയായിരുന്നു. അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അന്നേരം സങ്കടത്തോടെ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നോടുള്ള ദേഷ്യം മുഴുവൻ അവൾ തീർക്കാൻ ശ്രമിക്കുന്നത് നിന്നോടാണല്ലോ എന്നോർക്കുമ്പോൾ എന്തോ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല വേദ. തനിക്കിപ്പോൾ എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാകും അല്ലേ? തന്നെ ഞാൻ മനഃപൂർവ്വം ഭദ്രയ്ക്ക് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ മോളെ? ഏയ്, എന്താ ഇത് അനന്തേട്ടാ? എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? എൻ്റെ അനന്തേട്ടനോട് എനിക്ക് എങ്ങനെ വെറുപ്പ് തോന്നുക? ഈ വേദയ്ക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണത്. ഭദ്രേച്ചിക്ക് അനന്തേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവിടേക്ക് നിങ്ങൾക്കിടയിലേക്ക് ഒരു ശല്യമായി കയറി വന്ന് ശരിക്കും ഞാനല്ല അനന്തേട്ടാ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അനന്തേട്ടൻ ഭദ്രേച്ചിയായിരുന്നില്ലേ വിവാഹം ചെയ്യായിരുന്നത്? ഇത്രയും കാലം ജീവനെപ്പോലെ സ്നേഹിച്ച പുരുഷനെ പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു പെണ്ണിനും അതൊന്നും സഹിക്കാൻ കഴിയില്ല അനന്തേട്ടാ. ആ വേദനയിൽ ഉടലെടുത്ത പകയും ദേഷ്യവും ഒന്നും അത്ര പെട്ടെന്ന് ആ മനസ്സിൽ നിന്ന് അണയാനും പോകുന്നില്ല. തൻ്റെ കാതുകളെ തുളപ്പിച്ചുകൊണ്ടുള്ള വേദയുടെ ആ വാക്കുകൾ ഒരു നിമിഷം അനന്തുവിൻ്റെ മനസ്സിനെ ഭയപ്പെടുത്തുകയായിരുന്നു. അതോടൊപ്പം ഭദ്രയോടുള്ള വാശിയും ദേഷ്യവുമെല്ലാം അവൻ്റെ സിരകളെ ഒന്നുകൂടി ചൂട് പിടിപ്പിച്ചു.